ലൈംഗിക ദ്വീപനമായിട്ട് രീതിയിൽ അല്ലെങ്കിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കാൻ പാടില്ല. 100% യോജിക്കുന്നു. അതേ മാന്യതയും മര്യാദയും സ്ത്രീയെ കമോഡിഫൈ ചെയ്യുക, ഒബ്ജക്റ്റിഫൈ ചെയ്യുക, സെക്ഷുവലൈസ് ചെയ്യുക, ലൈംഗികവൽക്കരിക്കുക, ഭോഗവസ്തുവാക്കുക, പ്രദർശന വസ്തുവാക്കുക എന്നൊരു തലം കൂടി അതിനുണ്ട്. സമൂഹത്തിൽ നിന്ന് അതിലെ നെഗറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാവില്ല, ഇല്ലെന്ന അഭിപ്രായമുണ്ടോ? ഇപ്പൊ സ്ത്രീകളോട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? സ്ത്രീകൾക്ക് ഏത് വസ്ത്രവും ധരിക്കാം, പക്ഷേ ആ വസ്ത്രധാരണത്തിന് ഒരു മാന്യതയും മിതത്വവും വേണമെന്ന് പറയുന്നതിൻ്റെ റീസൺ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയാവും അറിയില്ല. ഇപ്പം ഫാത്തിമ എന്നാണ് പേരല്ലേ, ഫാത്തിമയുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഫാത്തിമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഫാത്തിമ ഈ ചില വസ്ത്രങ്ങൾ ഇവിടെ ധരിക്കരുത് അല്ലെങ്കിൽ ചില മിതത്വം വേണമെന്ന് പറയുന്നത് ഫാത്തിമയോട് ദേഷ്യമുള്ളതുകൊണ്ടായിരിക്കും, ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. നമുക്കൊരു വ്യക്തിയോട് ബഹുമാനവും ഇഷ്ടവും ഉള്ളപ്പോഴാണ് നമ്മൾ പറയുന്നത് ആ വസ്ത്രധാരണത്തിന് ചില പരിധികളും പരിമിതികളും വേണം എന്ന്. അപ്പോൾ അത് പറയുന്നത് ഒരു ബഹുമാനത്തിൻ്റെ സൂചകമാണ് എന്ന് കാണാതെ, ഇഷ്ടത്തിൻ്റെ സൂചകമാണെന്ന് കാണാതെ സ്ത്രീകളെ അടിച്ചമർത്താൻ നിൽക്കുന്നവരാണ് എന്നൊന്നും ചിത്രീകരിച്ചിട്ട് കാര്യമില്ല. ബോച്ചയുടെ വിഷയത്തിൽ തന്നെ ബോച്ചെ പറഞ്ഞത് ശരിയായില്ല. ബോച്ചെ പറഞ്ഞത് അദ്ദേഹം മാപ്പ് പറയണം. ബോച്ചയുടെ മാപ്പ് ഹണി സ്വീകരിക്കണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തികളൊന്നും ഞാനാണ്. ബോച്ചെ പറഞ്ഞതിനെ ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, ദ്വയാർത്ഥ പ്രയോഗമാണ്. എന്നാൽ ഹണി റോസും വിമർശിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം എന്നൊരു പോയിന്റ് പറഞ്ഞാൽ അതിനെതിരെ ഇത്രയും ആക്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മുടെ സ്ത്രീ സമൂഹം ചിന്തിക്കണം. അതിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ചേട്ടൻ അത് ഹണി റോസ് ഇടുന്ന ഡ്രസ്സിന്റെ കുറ്റമാണെന്ന് പറഞ്ഞല്ലോ. ഒരാൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ആ ഒരു ബോഡി ഷേപ്പിനനുസരിച്ചിടുന്നതിന് എന്താണ് തെറ്റ്? ഹണി റോസിനെ കുറ്റം പറയുകയല്ല, ഹണി റോസിന്റെ ഡ്രസ്സും അല്ല പ്രശ്നം. സാരി മനോഹരമായ ഡ്രസ്സാണ്. പക്ഷെ ആ സാരി ടിപ്പ് ബെർസ പാനിയിൽ രവീന ടണ്ടൻ ഇടുന്നത് പോലെ ഇട്ടുകൊണ്ട് പൊതുവേദിയിൽ വരികയാണെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമല്ലേ? ഇത് ഹണി റോസിനെ, എനിക്ക് ഹണി റോസിനെ ബഹുമാനമാണ്, ഇഷ്ടമാണ്, ആദരവാണ്. അവരുടെ റേച്ചൽ എന്നൊരു സിനിമ വരുന്നുണ്ട്, അതിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹണി റോസ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ അമല പോൾ നമ്മുടെ എറണാകുളത്തെ ഒരു കോളേജിൽ പോയി. അവിടെ പള്ളിയിലച്ചന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ വളരെ ഇറങ്ങിയ നെക്ക് വളരെ എക്സ്പോസിങ് ആയുള്ള ഡ്രസ്സൊക്കെ വരുമ്പോൾ സമൂഹത്തിൽ ആൾക്കാർ അൺകംഫർട്ടബിൾ ആകും. അതും ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. അമലാപോളിന്റെ കാര്യം വന്നപ്പോൾ ചേട്ടൻ എന്താ പ്രതികരിക്കുക? പ്രതികരിച്ചു. ഇതേപോലെ തന്നെ പറഞ്ഞപ്പോഴും അമലാപോൾ ചെയ്ത കാര്യം ശരിയല്ലെന്നും, അമലാപോൾ എന്താ പറയുക, വളരെ പ്രതിഭയുള്ള നടിയാണ്, സൗത്തിലടക്കം പ്രശസ്തയാണ്. നമ്മുടെ ഹണി റോസ് തെലുങ്കിലടക്കം സൂപ്പർ താരങ്ങളുടെ നായികയായി വന്നതാണ്. വസ്ത്രധാരണത്തിൽ അപ്പോൾ ഒരു മാന്യതയും മിതത്വം വേണം. ഏതുപോലെ ബോച്ചയുടെ വാക്കുകൾക്ക് മിതത്വം വേണ്ടേ? അതിന് ആ കാര്യത്തിൽ വിയോജിക്കുന്നില്ലല്ലോ. ബോച്ചയുടെ വാക്കുകൾക്ക് മിതത്വം വേണം. ദ്വയാർത്ഥ പ്രയോഗം പാടില്ല. ലൈംഗിക ദ്വീപനമായിട്ട് രീതിയിൽ അല്ലെങ്കിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കാൻ പാടില്ല. 100% യോജിക്കുന്നു. അതേ മാന്യതയും മര്യാദയും ഹണി റോസിനും വേണമെന്ന് പറയുന്നത് തെറ്റാണോ? ചേട്ടാ, ബോഡിക്കോൺ എന്ന് പറഞ്ഞൊരു ഡ്രസ്സ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ് അനുസരിച്ചായിരിക്കും ആ ഡ്രസ്സ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഡ്രസ്സ് ഇട്ട് പുറത്തൊരു സമൂഹത്തിൽ വന്നെന്ന് പറഞ്ഞിപ്പോ എന്താണ് ഇത്ര വലിയ? അവിടെയാണ് ശരീരത്തിന്റെ അത്രയും എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് വന്നാൽ സമൂഹത്തിൽ നിന്ന് അതിലെ നെഗറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാവില്ല, ഇല്ലെന്ന അഭിപ്രായമുണ്ടോ? ഫാത്തിമയുടെ ഏതെങ്കിലും നല്ല ആൺ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലോ സഹോദരനുണ്ടോ അവരോട് ചോദിച്ചാൽ ഈ പറയുന്ന പോയിന്റ് സത്യമാണെന്ന് പറയും. ഇത് സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. ഈ അറിയാവുന്ന കാര്യം പലർക്കും മാധ്യമങ്ങളെ പേടിച്ചോ അല്ലെങ്കിൽ നിങ്ങളടക്കമുള്ള മെയിൻ സ്ട്രീം ഡിജിറ്റൽ മീഡിയയെ പേടിച്ചോ അവർക്ക് പറയാൻ മടിയാണ്. ഈ സത്യം ഞാൻ ഉറപ്പ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മിസ് ഇന്ത്യയില് പല ഡ്രസ്സിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ബിക്കിനി ഇട്ട് വരെ വന്ന ഷോ ചെയ്യുന്നവരുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? ആ ബിക്കിനി ഇട്ട് ആരെങ്കിലും അങ്ങനെ ഇനോഗ്രേഷന് വന്നാൽ ഫാത്തിമയ്ക്ക് യോജിക്കാൻ കഴിയും? ഫാത്തിമ പറഞ്ഞു, ഉദാഹരണം തന്നെ തിരിച്ചു ചോദിക്കാം. ഞാനത് ഒരു എന്താ പറയണേ, ഒരു കുടുക്കാൻ ചോദിക്കുകയല്ല. ഫാത്തിമ പറയുന്നുണ്ട് മിസ് ഇന്ത്യയിൽ ബിക്കിനി അല്ലെങ്കിൽ മിസ് വേൾഡിലും മിസ് യൂണിവേഴ്സിലും ബിക്കിനി ഇട്ട് വരുന്നുണ്ട്. പക്ഷേ നാളെ ഐശ്വര്യ റായിയോ സുസ്മിതാ സെന്നോ ബിക്കിനി ഇട്ട് ഒരു പരിപാടിക്ക് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അനൗചിത്യമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നൊരു അഭിപ്രായം ഫാത്തിമയ്ക്കുണ്ടോ? അല്ല, ചേട്ടൻ പറഞ്ഞു ഇപ്പൊ ആണിന്റെ ലൈംഗികത കാണുന്നത് കണ്ണിക്കൂടാണെന്ന്. അപ്പൊ ഈ മിസ് വേൾഡിലും മിസ് യൂണിവേഴ്സിലും എല്ലാരും അവരും ഇരിക്കുന്നത് ഓഡിയൻസ് തന്നെ അല്ലേ? കണ്ണിക്കൂടെ കാണാമല്ലോ. ആ ഓഡിയൻസ് അവിടെ പോകുന്നത് ബിക്കിനി റൗണ്ടിൽ ഇരിക്കുന്നത് സ്ത്രീയുടെ ബൗദ്ധികമായ ഔന്നിത്യം പരിശോധിക്കാനാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അതായത് സണ്ണി ലിയോൺ കൊച്ചിയിൽ വരുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു. കൊച്ചി നഗരത്തിന് ഞാൻ ആ ദിവസം പെട്ടുപോയ വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്കറിയാം. സണ്ണി
ലിയോണിയോട് എനിക്ക് എന്താ പറയുക വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. സണ്ണി ലിയോണി എത്തിയ ദിവസം കൊച്ചിയിൽ ഇത്രയും ആൾക്കാർ കൂടിയത് സണ്ണി ലിയോണിന്റെ പ്രസംഗം കേൾക്കാനാണോ? സണ്ണി ലിയോൺ ഭൗതികമായ ഇൻസൈറ്റ് കൊടുക്കാനാണോ? അല്ലല്ലോ. ദുരുദ്ദേശത്തോടെയും മറ്റുദ്ദേശങ്ങളോടെയും ലൈംഗിക ചൊവ്വയോടും കൂടിയല്ലേ. അപ്പൊ നമ്മുടെ സ്ത്രീകൾ പോകുമ്പോൾ അവർക്ക് ബഹുമാനം ഉണ്ടാകണം. അവരുടെ സൗന്ദര്യം മഹത്തരമാണ്. പക്ഷേ സൗന്ദര്യവും ഓവർ എക്സ്പോഷറും വൾഗാരിറ്റിയും രണ്ടും രണ്ടാണ്. അങ്ങനെ വൾഗർ എന്നൊരു കാര്യമുണ്ട്. ഇനിയും ഫാത്തിമ ഇതിന് മറുപടി പറയണ്ട. കേരളത്തിൽ ആരോടും ചോദിക്കൂ, ഫാത്തിമയുടെ സുഹൃത്തുക്കളായി ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നവരോട് ചോദിക്കൂ, ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ട്? ചേട്ടാ, അവരില്ലെങ്കിൽ അവരത് കാണാനായിട്ട് പോകുന്നുണ്ട്. കാരണം ആ ഒരു നടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നതാണോ? ഈ വിളിക്കുന്ന ടീം തന്നെ പറയുന്നുണ്ടായിരിക്കും, ബ്രാൻഡ് തന്നെ പറയുന്നുണ്ടായിരിക്കും, ഹണി റോസ് ഈ ഡ്രസ് ഇട്ടാ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും ആ ഒരു സ്ത്രീ അത് ഇട്ടുകൊണ്ട് വരുന്നത്. അത് സ്ത്രീയെ കമോഡിഫൈ ചെയ്യുക, ഒബ്ജക്ടിഫൈ ചെയ്യുക, സെക്ഷുവലൈസ് ചെയ്യുക, ലൈംഗികവൽക്കരിക്കുക, ഭോഗവസ്തുവാക്കുക, പ്രദർശന വസ്തുവാക്കുക എന്നൊരു തലം കൂടി അതിനുണ്ട്. അത് സീരിയസ് ആയി ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? അതായത് സ്ത്രീ ശരീരത്തെ നമുക്ക് പറയാം, ഞാൻ ക്രിക്കറ്റിന്റെ ഒരു ആരാധകനാണ്. IPL മത്സരങ്ങൾ നടക്കുമ്പോൾ പോലും 4ഉം 6ഉം അടിക്കുമ്പോൾ 4ന്റെയും 6ന്റെയും റീപ്ലേ കാണിക്കുന്നതിന് പകരം മിനി സ്കർട്ട് ഇട്ട കുട്ടികളെ കൊണ്ട് വ്യത്യസ്ത ക്യാമറ ആംഗിളുകളിലൂടെ ഡാൻസ് കളിപ്പിക്കുകയാണ്. ഇത് ക്രിക്കറ്റിനെ മഹത്വവൽക്കരിക്കാനാണോ? എറണാകുളത്ത് ഒരു പ്രത്യേക 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ആ 5 സ്റ്റാർ ഹോട്ടലിൽ പെൺകുട്ടി ഒറ്റയ്ക്ക് പോയാൽ ഫ്രീ ആണ് അവളുടെ എൻട്രി. പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ പോയാൽ 1000 രൂപയാണ്. അതായത് പെൺകുട്ടി ഒറ്റയ്ക്ക് പോയാൽ അവളെ ഫ്രീ ആയിട്ട് അകത്ത് കയറ്റുകയും ഡ്രിങ്ക്സ് കൊടുക്കുകയും ചെയ്യുന്നത് അതിന്റെ പിന്നിൽ സ്ത്രീ വിമോചന താല്പര്യങ്ങളല്ല, സ്ത്രീയെ വൾഗറാക്കി ചിത്രീകരിക്കാനും സ്ത്രീയുടെ ശരീരം വിൽപ്പന ചരക്കാക്കാനുമുള്ള ചിന്തയാണ് എന്ന് നമ്മുടെ സഹോദരിമാർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന.